الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മുടെ ജീവിതത്തിന് റബ്ബ് നൽകിയിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ അനക്കങ്ങളിലും അടക്കങ്ങളിലും എന്ന് വേണ്ട രഹസ്യ പരസ്യ ഇടപാടുകളിലും യഥാവിധം പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി വിശുദ്ധിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായി നമ്മൾ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആര് നരകത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അവൻ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു. ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ അവൻ വിജയിച്ചു. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല വിജയിയുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ച് ലഭ്യമാകുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ നന്മകൾ ചെയ്ത് നന്മയിൽ തന്നെ ജീവിച്ച് നന്മയിൽ തന്നെ മുന്നേറണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചകൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ, അറിവില്ലായ്മ കൊണ്ട്, ജാഗ്രത കുറവ് കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സൂറത്തു മാഇദയിലെ 5-ാമത്തെ സൂറയാണ് സൂറ മാഇദ. ആ മാഇദയിലെ ആദ്യ ഭാഗം 3-ാമത്തെ സൂക്തത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ഒരു കാര്യമാണ്.
ഞാൻ നിങ്ങളുടെ മുമ്പിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന സ്വഭാവത്തിൽ പറഞ്ഞ് കേൾപ്പിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഈ ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നില്ലേ എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് പൂർത്തീകരിച്ചു തന്നു. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ എല്ലാവരിലും ചൊരിഞ്ഞു തന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ദീനിനെ, അല്ലാഹുവിന്റെ ഈ മഹത്തായ ആദർശത്തെ അതിൽ തൃപ്തിപ്പെട്ട് ആ ഇസ്ലാമിനെ നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഈ ആശയൊക്കെ വരുന്ന ഒരു സൂറത്തു മാഇദയിലെ സൂക്തമാണ് ഈ സൂക്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം റസൂലിന്റെ അവസാന നാളുകളിൽ ദുൽഹജ്ജ് ഇതുപോലെ ഒരു 9 വെള്ളിയാഴ്ച ദിവസം, ഹിജ്റ വർഷം 9-ാം വർഷം, റസൂല് 10-ാം വർഷമാണ് റസൂല് വിയോഗം വരിക്കുന്നത്. അപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഹജ്ജ് മാസത്തിലാണ് അറഫ മൈതാനിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾ അഭിസംബോധന ചെയ്യുന്നത്. ആ അഭിസംബോധനക്കിടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു സൂക്തം എന്ന നിലയ്ക്ക്, ഇതാ ഈ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം റസൂലിന്റെ അറഫ പ്രസംഗം കേൾക്കാൻ 1,20,000 മുകളിൽ സ്വഹാബികള് വന്നു ചേർന്നിരുന്നു എന്നാണ്. ധാരാളം വിശദമാക്കി പറയേണ്ടുന്ന കാര്യമാണ്. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിൽ വന്നതാണ്. മക്കയിൽ വന്ന് ഏകദേശം ദുൽഹജ്ജ് 4-ാം തീയതി എത്തി. അതുപോലെ തന്നെ ദുൽഹജ്ജ് 5-ന് കഅബയിൽ വന്ന് തവാഫ് ചെയ്തു. ശേഷം മഖാം ഇബ്രാഹിമിൽ വെച്ച് റസൂലുള്ളാഹി നമസ്കരിച്ചു. അതിനുശേഷം സഫാ മർവ കുന്നുകൾക്കിടയിൽ സഅയ് ചെയ്തു. അങ്ങനെ മിനായിൽ വന്നു, അറഫയിൽ വന്നു. അറഫയിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഈ റസൂലിന്റെ സംസാരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന റസൂലിന്റെ അറഫയിലെ പ്രഭാഷണം ലോകത്ത് നമുക്ക് വിളിച്ചു പറയാം. അതിനുശേഷം ഇന്ന് വരെ ഇതുപോലെ സ്വഭാവത്തിൽ ഒരു മനുഷ്യാവകാശ വലിയ പ്രഖ്യാപനം ലോകത്ത് പിന്നെ നടന്നിട്ടില്ല. നമ്മൾ മനുഷ്യാവകാശ ദിനം എന്ന് നമ്മള് വർഷം നമ്മൾ ആചരിക്കാറുണ്ട്, മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, റസൂൽ അറഫയിൽ നടത്തിയ പ്രഭാഷണം, അതിന് ശേഷം ഇന്ന് വരെ ലോകത്ത് ഇതുപോലൊരു പ്രഭാഷണം ലോകത്തുണ്ടായിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ മാഗ്ന കാർട്ട എന്ന് നമുക്കതിനെ വിളിക്കാം. വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് നമുക്കതിനെ പറയാം. വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാം. മഹത്തായ ലോകത്തിന് അനുകരിക്കാൻ പറ്റുന്ന, പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തൂക്കാറുണ്ട് ഹജ്ജത്തുൽ വിദാഇലെ റസൂലിന്റെ പ്രഭാഷണത്തെ കുറിച്ച്. വിടവാങ്ങേണ്ട ഹജ്ജ, ഒറ്റ ഹജ്ജ റസൂൽ നിർവഹിച്ചിട്ടുള്ളൂ. അത് ഈ ഹജ്ജ. ഈ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി മദീനയിലെത്തി ഏതാനും മാസങ്ങൾ, 1 വർഷം പോലും റസൂൽ പിന്നെ ജീവിച്ചിട്ടില്ല. ഇത് റസൂലുള്ള സഹാബികളോട് പറഞ്ഞ സമയത്ത് കേട്ടു നിൽക്കുന്ന സഹാബികൾക്ക് ബോധ്യായി. ഇപ്പൊ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന ദൗത്യം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പോട്ടെ എന്ന് ചിലപ്പോൾ നമ്മൾ പറയാൻ, ഞാൻ വന്നത് ഇന്ന കാര്യങ്ങൾക്കായിരുന്നു, അതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ പോട്ടെ എന്നതുപോലെ പല സഹാബികൾക്കും തോന്നി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഞാൻ എന്റെ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ പേടി തോന്നി. ഇത് എന്തിലേക്കുള്ള ഒരു സൂചനയാണ്? നമുക്കറിയാം 23 വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ അവസ്ഥ. 23 വർഷം റസൂൽ നുബുവത്ത് ആരംഭിച്ച്
13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും ഈ ദീനുമായി കൊണ്ട് റസൂലുള്ള ജീവിച്ചു. ആളുകളെ കൂട്ടി രഹസ്യ പ്രബോധനം ഉണ്ടായി, പരസ്യ പ്രബോധനം ഉണ്ടായി. അക്രമങ്ങളെയും മർദ്ദനങ്ങളെയും നേരിട്ടു, ബഹിഷ്കരണത്തെ നേരിട്ടു, രാജ്യത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കി, ഹിജറ ചെയ്തു, ത്യാഗങ്ങളും സമർപ്പണങ്ങളും പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി റസൂലുള്ള ഇപ്പതാ ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്കിത് പൂർത്തീകരിച്ചു തന്നില്ലേ? അറഫയിൽ ജബലുർ റഹ്മ, ഒരു കാരുണ്യത്തിന്റെ മലയുണ്ട്. ഈ മലക്കടുത്തുകൊണ്ട് റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം കസുവ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് റസൂലുള്ള പ്രഖ്യാപിച്ചു, എല്ലാവരും ഇഹ്റാം വസ്ത്രത്തിൽ തന്നുകൂടിയിട്ടുള്ള 1,20,000 മുകളിലുള്ള സഹാബികൾ മുഴുവൻ ഇഹ്റാം വസ്ത്രത്തിൽ. അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ബിലാലിന്റെ ചരിത്രം നമ്മൾ ഓർക്കണം. എവിടെയായിരുന്നു 23 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ ഉണ്ടായിരുന്നു? ശുഐബ് റൂമി റളിയല്ലാഹു അൻഹുവിലുണ്ട്. റോമക്കാരനായ ശുഐബ്. ഈ ശുഐബ് റൂമി എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്? എല്ലാവരും ഒറ്റ കഫൻ പുടവ തന്നെ, അല്ലെങ്കിൽ പരലോകത്ത് മഹ്ശറിൽ ഹാജരാക്കപ്പെട്ട അതിന് തുല്യമായ സ്വഭാവത്തിൽ എല്ലാവരും സമതുല്യരായിക്കൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് റസൂലിന്റെ പ്രഭാഷണങ്ങൾ റസൂൽ കേൾക്കുകയാണ്. വേർപാടിന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട്. റസൂലുള്ള അവിടുന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ദാ നിങ്ങളുടെ മുമ്പിൽ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുക. റസൂലിന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട്, ഒട്ടകപ്പുറത്ത് കയറിയിട്ട് റസൂൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഉബയ്യനലക്കും ഒരു ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയാൻ പോവുകയാണ്. റസൂൽ കൂട്ടിച്ചേർക്കുന്നു, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമിൻ ഹാദാ ബിമൗഖിഫി ഹാദാ, ഞാൻ ചിലപ്പം ഈ അടുത്ത വർഷമൊന്നും ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ചിലപ്പോൾ നിങ്ങളെ അവസാനമായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒന്നായിരിക്കും. ഇനി ചിലപ്പം എനിക്ക് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ സാധ്യതയില്ല. എന്നിട്ടാണ് ഈ സമയത്താണ് റസൂലിന് പല പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്ത് മാഇദയിലെ 3-ാമത്തെ സൂക്തത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാകുന്നു. ഈ ആയത്തിന്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ആയത്തിന്റെ ബാക്കി ഭാഗമായിട്ടാണ്, ഒരു ആയത്തിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ഭാഗം. ഈ ആയത്ത് ആരംഭിക്കുന്നതാക്കുന്ന ഹുർരിമ അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. ശരിക്കും നമ്മൾ ആലോചിക്കണം, എന്തിനാണ് അപ്പൊ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ മറ്റു തൊട്ടു മുമ്പിൽ ഇതേ ആയത്ത് ആരംഭിക്കുന്നതിന് ഹുർരിമത അലൈക്കുമുൽ മൈത്ത, നിങ്ങൾക്ക് മയ്യത്ത് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, ശവ ഹറാമാക്കിയിരിക്കുന്നു, രക്ത ഹറാമാക്കിയിരിക്കുന്നു, പന്നിയിറച്ചി ഹറാമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഇറക്കപ്പെട്ടത് ഹറാമാക്കിയിരിക്കുന്നു, ശ്വാസം മുട്ടി ചത്തത് ഹറാമാക്കിയിരിക്കുന്നു, തല്ലിക്കൊന്നത് ഹറാമാക്കിയിരിക്കുന്നു, വീട് ചത്തത് ഹറാമാക്കിയിരിക്കുന്നു, തമ്മിൽ കുത്തി ചത്തത് ഹറാമാക്കിയിരിക്കുന്നു, വന്യമൃഗം കടിച്ചത് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, അതിന്റെ ബാക്കി ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഹറാമാക്കിയിരിക്കുന്നു. ഇങ്ങനെ പ്രതിഷ്ഠകൾക്കും ബിംബങ്ങൾക്കും ഒക്കെ സമർപ്പിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അങ്ങനെ സമർപ്പിച്ച ഭക്ഷണം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അമ്പുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തലും നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇതെല്ലാം മ്ലേച്ഛ പ്രവർത്തനമാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറയണം, അൽയൗമ അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ പൂർത്തീകരിച്ചു തന്നില്ല. എന്തായിരിക്കും ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ഒരു നാഗരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളും അനക്കങ്ങളും അടക്കങ്ങളും ജീവിതത്തിന്റെ ചര്യകളും ജീവിതത്തിൽ മനുഷ്യൻ ചെന്നു കയറുന്ന മേഖലകൾ മുഴുവൻ എങ്ങനെയായിരിക്കണം എന്ന നിയമവ്യവസ്ഥകൾ മനുഷ്യനെ പഠിപ്പിച്ചതിന് ശേഷം എന്താ 23 വർഷം കൊണ്ട് പഠിപ്പിച്ചത്? റസൂൽ എന്താ പഠിപ്പിച്ചത്? അതിന്റെ ഒരു അവസാനമായിട്ട് റസൂൽ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളെയും അനക്കങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി. നിങ്ങളുടെ സാമ്പത്തിക ക്രമം എങ്ങനാവണം, സാമൂഹിക ക്രമം എങ്ങനാവണം, നിങ്ങളുടെ അനക്കങ്ങൾ എങ്ങനാവണം, അടക്കങ്ങൾ എങ്ങനെയാവണം, രാഷ്ട്രീയ സംവിധാനം എങ്ങനെയാവണം, സാമൂഹിക സംവിധാനം എങ്ങനെയാവണം. 13 വർഷം മക്കയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്? പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, ബഹിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ഷിയാബി തോലിവിൽ നമ്മൾ ഇതുപോലെ തന്നെ പക്ഷിമൃഗാദികൾ ഭക്ഷിക്കുന്നത് പോലെ ഇല ഭക്ഷിച്ചിട്ട് നമ്മൾ കഴിച്ചുകൂടിയ ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ശുഹദാക്കൾ, ഷഹീദുകൾ ഉണ്ടായിട്ടുണ്ട്. യാസർ കുടുംബം ഉണ്ടായിട്ടുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹു ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്. മദീനയിലേക്ക് നമ്മൾ വന്നു, ഹൗസ് ഖസറജ് ഗോത്രം ഉണ്ടായിട്ടുണ്ട്. മദീനയിൽ വന്നതിന് ശേഷം ഇത് നശിപ്പിക്കാൻ വേണ്ടി ബദ്ർ നടന്നു, ഉഹുദ് നടന്നു, ഖന്തഖ് നടന്നു. അവിടുത്തെ ബനൂ നളീർ പോലെയുള്ള ഗോത്രങ്ങൾ മുഴുവൻ കരാർ റദ്ദാക്കി ഹുദൈബിയ സന്ധി നടന്നു. എല്ലാത്തിനു ശേഷം ജീവിതത്തിന്റെ 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ച ദീന്, ഇതിൽ നാഗരികതയുണ്ട്.
അവസാനം പറയാണ് ഭക്ഷണം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാവണം. എന്നിട്ട് റസൂൽ ചോദിച്ചാൽ യൗമ അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഈ ദീന് പൂർത്തീകരിച്ചു തന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഈ ദീന് പൂർത്തീകരിച്ചു തന്നില്ല. ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫാ മൈതാനിയിലെ റസൂലിന്റെ ഒന്നാമത്തെ പ്രഭാഷണം. ഒന്നാമത് റസൂൽ പറഞ്ഞത് എന്താ? കുല്ലു മിൻ ആദം ആദം മിൻ തുറാബ്. മനുഷ്യ സമത്വം, മനുഷ്യ സമത്വം, ഈക്വാലിറ്റിയെ കുറിച്ച് ലോകത്ത് ഇത് ഈക്വാലിറ്റിയെ കുറിച്ചിട്ട് എല്ലാരും പറയും മനുഷ്യ സമത്വത്തെ കുറിച്ചിട്ട് നമ്മൾ പറയും. നമുക്കറിയാലോ, ഇപ്പൊ അടുത്തിടെ നമ്മൾ കേട്ടല്ലോ, ഇപ്പോ റിസൾട്ട് വന്നു, ജയിച്ചു, എത്ര മേനോനുണ്ട്, സത്യപ്രതിജ്ഞ തന്നെ മേനോന് ചേർത്തതിന്റെ പേരിൽ സംവാദങ്ങളാണ്. നായരുണ്ടോ, നമ്പ്യാരുണ്ടോ, ഇന്നതാണ് ജാതി, ഇന്ന താഴ്ന്ന ജാതിയിൽ നിന്ന് എത്ര പേരുണ്ട്. മനുഷ്യർ എന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾക്കറിയാം പഴയ കാലം എങ്ങനെയാണ്. നമ്പ്യാരും നായരും ആയാലും ഓന് കുറച്ച് മേൽക്കൈ, മേനോനായാലും കുറച്ച് മേൽക്കൈ, ബോർഡിലുണ്ടാവും ഇത് നായരാണ്, നായരായാലും മേൽക്കൈ, സയ്യിദിനെന്തോ ഒരു ശ്രേഷ്ഠത, അൻസാരിക്കെന്തോ ഒരു ഇഷ്ടത. ഇങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. കൊല്ലും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. ആദം മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പ്രഖ്യാപനം ഹ്യൂമൻ ഇക്വാലിറ്റി എന്നത് മനുഷ്യരെ സമത്വത്തിൽ പൂർണ്ണ, എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണ്. ഇത് തിരിച്ചറിഞ്ഞു ആര്? ഉമയ്യത്തിന്റെ ആലയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് പോലെ ലോകത്ത് അതിന് മുമ്പ് അതിന് ശേഷം ഒരാൾ ചേർത്ത് പിടിച്ചിട്ടില്ല. എങ്ങനെ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുക? ഞാൻ വരുന്നത് ബിലാലിന്റെ ഈ ഉമയ്യത്തിന്റെ ആലയിൽ നിന്നാണ്. റസൂലെ, ഞാൻ മനുഷ്യരോടൊപ്പം കടന്നിറങ്ങിയിട്ടില്ല, ഞാൻ കടന്നുറങ്ങിയത് ഒട്ടകക്കൂട്ടങ്ങളോടൊപ്പമാണ്. എന്റെ ശരീരം മുഴുവൻ ഒട്ടകക്കൂട്ടങ്ങളുടെ വേസ്റ്റ് കൊണ്ട് വാസനിക്കുകയാണ്. റസൂലെ ഷർട്ട് ഞാൻ ധരിച്ചിട്ടില്ല. റസൂൽ ഇറങ്ങി പുറപ്പെട്ടു. എവിടുന്നോ കേട്ടു ഒരു മുഹമ്മദിനെ കുറിച്ചിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. കറുത്ത കരുവാളിച്ച ഉണ്ടക്കണ്ണുള്ള ജട പിടിച്ച മുടിയുള്ള, ശരീരം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളിച്ചാക്ക് കൊണ്ട് വസ്ത്രം മറിച്ച, ശരീരം മറച്ച ബിലാൽ റസൂലിനെ തേടി ഇറങ്ങുകയാണ്. റസൂലുള്ള ചേർത്ത് വിളിച്ചു, ബിലാലും മിന്നി, ഈ ബിലാലിൻ എന്നിൽപ്പെട്ടവനാണ്, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്. ബിലാലെ കീറു. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിന് ശേഷം ഇപ്പൊ അവിടെ പള്ളിയായിട്ട് ചെന്നാളുകൾക്ക് കാണാൻ പറ്റും. മസ്ജിദുർ റഹ്മ ഇപ്പൊ ഉണ്ട് അറഫ മൈതാനി. ജബലുർ റഹ്മ, ജബലുർ റഹ്മന്റെ മുകളിൽ കയറിയിട്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ഭാഗം കൊടുക്കുക. ഈ അറഫ പ്രഭാഷണത്തിന് ശേഷം ആരാ ബിലാൽ? മക്കാ ഫതഹിന്റെ സമയത്ത് ബിലാലിന്റെ റളിയല്ലാഹു അൻഹുവിനെ മുകളിൽ കയറ്റി. കയറാൻ പ്രയാസപ്പെട്ടു. റസൂലുള്ളാഹി താന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ചവിട്ട്. റസൂലിന്റെ തോളിൽ ചവിട്ടി. റസൂലിന്റെ ശരീരത്തിൽ ഒരാൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചവിട്ടിയത് ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ഷുഐബ് റൂമി, റോമക്കാരനായ ഷുഐബ് റൂമി, സൽമാനുൽ ഫാരിസി, പേർഷ്യക്കാരനായ സൽമാൻ, എല്ലാവരെയും ഒറ്റ വരിയിൽ കിടത്തുറക്കി. ഈ ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് അറഫ മൈതാനിയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുന്നു, നിങ്ങളെല്ലാവരും തുല്യ, നിങ്ങൾക്കിടയിൽ ഒരു വിവേചനമില്ല, നിങ്ങൾക്കിടയിൽ ഒരു വിവേചനമില്ല. ഇത് പറയുന്ന നമുക്കിടയിൽ എന്തെങ്കിലും ഒരു വിവേചനം. ഞാൻ ഓനേക്കാളും ഉയർന്ന തറവാടാണ്, എന്റെ തറവാടെത്തി തറവാട് നോക്കുന്നു. ഓനായിട്ട് എങ്ങനെയാണ് കുറെ പറയേണ്ട ഈ വിഷയത്തിൽ. നമ്മൾ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കുക. മകക്ക് കല്യാണം വന്ന് ബാർബർ കുടുംബമാണ്. അവളെ കെട്ടിച്ചു കൊടുക്കും, നമ്മള് കെട്ടിച്ചു കൊടുക്കും. ഇപ്പൊ എന്താ ബാർബർ കുടുംബം എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്. നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോ സത്യപ്രതിജ്ഞതയില് മേനോന് സത്യപ്രതിജ്ഞയില് ഉത്തരവാദപ്പെട്ട ഒരാൾ പറഞ്ഞു, മൊത്തം ഇവിടെ ഇങ്ങനെ ഇളകി, ഇവിടുത്തെ ജാതീയത പൊതുക്കെ വരികയാണ്, കയറി വരികയാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. സയ്യിദിന് പ്രത്യേകിച്ച് ശ്രേഷ്ഠതൊന്നുമില്ല. ഒറ്റൊന്നില്ല നിങ്ങൾക്ക് മേന്മയുള്ളൂ. നിങ്ങൾ എന്തിനെങ്ങനെ ആക്കിയത്? നിങ്ങളെ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയേണ്ടത് നിങ്ങളെ കൂട്ടത്തിൽ ആരാ ഏറ്റവും നല്ല ഭക്തൻ? ഏറ്റവും നല്ല ഭക്തനാണ്, അവനാണ് ഉയർന്നവൻ. രണ്ടാമത്തെ പ്രഖ്യാപനം എന്താ? ജീവനും സ്വത്തും അഭിമാനവും. മനുഷ്യനെ ഞങ്ങൾ ആദരിക്കണം, മനുഷ്യനെ ബഹുമാനിക്കണം. മനുഷ്യന്റെ സ്വത്തിനെ അത് നിങ്ങൾക്ക് കൈകടത്താനുള്ളതല്ല, മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താനുള്ളതല്ല. നിങ്ങളിങ്ങനെ ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ? എന്തിനാണ് നിങ്ങൾ യുദ്ധം ആരംഭിച്ചത് എന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ യുദ്ധം എന്തിനാ തുടങ്ങിയതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കേട്ട് നിങ്ങൾ വെറിയും വംശവെറിയും വെറുപ്പും. ഇന്നെന്റെ ഒട്ടക അപ്പുറത്തെ പറമ്പക്ക് കയറി അതിന്റെ പേരില് തർക്കവും, അതിനു വേണ്ടിയിട്ട് യുദ്ധവും പോരാട്ടവും.
ഒരു നിലക്ക് മനുഷ്യന് വിലയില്ലാത്ത ഒരു ജാഹിലിയ പിന്നിൽ നിന്നാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. അഭിമാനത്തിന് പ്രാധാന്യം, നിങ്ങളുടെ ജീവന് വിലയുണ്ട്, മനുഷ്യന്റെ അന്തസ്സിന് വിലയുണ്ട്, സ്വത്തിന് വിലയുണ്ട്. രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം. മൂന്നാമത്തെ പ്രഖ്യാപനം സ്ത്രീകളുടെ അവകാശങ്ങൾ. അല്ല ഇന്നലക്കും അലാ നിസാഇക്കും ഹഖ്ഖ. സ്ത്രീകളുടെ അവകാശങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ അവകാശത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുറിച്ചിട്ട് എന്താ പറയല്? സ്ത്രീകളെ പരിഗണിക്കാത്തവരാണ്. സ്വത്ത് പകുതി സ്ത്രീകൾ അടച്ചുപൂട്ടും. ജാഹിലിയ പീരീഡ് പോലെ തന്നെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളെ മുൻപ് വലിച്ചു മുറുക്കി, സ്ത്രീകളെ എവിടേക്കും കയറ്റൂല, എവിടേക്കും വർണ്ണാക്കൂല, എവിടേക്കും ഇതാക്കൂല, അവകാശം, സ്വത്ത്, ഇത്രയധികം സ്ത്രീ വിരുദ്ധമായ ലോകത്തുള്ള ഒരു കാടൻ മതമാണ് ഇസ്ലാം. എത്രയോ നമ്മൾ കേട്ടിട്ടില്ല. അവിടെ പറഞ്ഞത് സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ ഏറ്റവും ഉത്തമനാരാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവർ, ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവര് സ്ത്രീകളെ ഇങ്ങനെ ഇകഴ്ത്തുന്നൊരു മതമല്ല. പെണ്ണെട്ട സ്ത്രീകളെ പെണ്ണെട്ട് കിടക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്കെതിരെ ആരോപണം ഉണ്ടാവുക, ഇസ്ലാമിനെതിരെ ആരോപണം ഉണ്ടാവുക. ലോകത്തോട് അന്തസ്സോട് കൂടിയിട്ട് വിളിച്ചു പറയണം. അറഫ മൈതാനം അന്ന് റസൂൽ നടത്തിയ പ്രഖ്യാപനം, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും നന്നായിട്ട് സ്ത്രീകളോട് നിങ്ങൾ പെരുമാറണം, ഏറ്റവും നന്നായിട്ട് സ്ത്രീകളോട് പെരുമാറണം. പ്രിയപ്പെട്ടവരെ, അടുത്തത് റസൂൽ പറയാണ്, എല്ലാ സാമ്പത്തിക ചൂഷണവും ഞാൻ ഇന്ന് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാ സാമ്പത്തിക ചൂഷണം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിയാധാരം എന്താ? ഇൻട്രസ്റ്റിലാണല്ലോ. അറുത്ത് മാറ്റാണ് റസൂൽ അന്ന് നടത്തി പ്രഖ്യാപനം. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്റെ കുടുംബത്തിൽ നിന്ന് 2 അബ്ബാസ് ഉണ്ട്. എന്റെ പിതൃവന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്റെ എളാപ്പയാണ്. എന്റെ എളാപ്പ ജീവിക്കണ പലിശ കൊണ്ടാ ജീവിക്കുന്നത്. കുറെ ആൾക്കാർ എളാപ്പാക്ക് പൈസ ഉള്ളതുകൊണ്ട് എളാപ്പ കൊടുക്കും, പട്ടിക്ക് കൊടുക്കുക എന്ന് പറയില്ല, ഈ പരിപാടി തന്നെ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പലിശ കൊടുക്കാനുണ്ട്. ഞാൻ ഇതാ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. 1,20,000-ഓളം സഹാബികളുടെ മുമ്പിൽ വെച്ചിട്ട് റബീഉ ബിൻ ഉബൈ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഈ സംസാരം ഏറ്റുപറഞ്ഞിട്ട്, മൈക്കൊന്നുമില്ലല്ലോ, കേൾപ്പിക്കണല്ലോ. അപ്പോ റബീഉ ബിൻ ഉബൈ റളിയല്ലാഹു അൻഹു പറഞ്ഞ് അപ്പുറത്ത് കേൾപ്പിച്ചോന്ന് പറയാണ്, ഞാനിതാ എല്ലാ പലിശയും ഹറാമാക്കിയിരിക്കുന്നു. എന്റെ പിതൃവനുണ്ട്, അവിടേക്ക് കൊടുക്കുന്നു. എന്റെ കുടുംബത്തിൽ തന്നെ അബ്ബാസ് ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ജീവിക്കണം തന്നെ പലിശയ്ക്കാണ്. അതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുള്ള എല്ലാ പലിശയും ഇതോടുകൂടിയിട്ട് നിങ്ങൾ ആരും കൊടുക്കേണ്ടതില്ല. ഇസ്ലാമിൽ നിന്ന് പലിശ എന്ന് പറയുന്നത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ലോകത്ത് ഇതിനേക്കാൾ വലിയ സാമ്പത്തിക വ്യവസ്ഥ വേറെ എന്താണ്? ഇത് എവിടുത്തെ പറയണം നോക്കണം നിങ്ങൾ. ജൂതന്മാരെയും ഇസ്രായേലും ക്രിസ്ത്യാനിക്കുള്ള മദീനന്ന് വന്നിട്ട് മക്കയിൽ വരികയാണ്. ജൂതന്മാരും ജീവിക്കുന്നത് തന്നെ പലിശ കൊണ്ടാണ്. ലോക സാമ്പത്തിക ഘടനയിൽ നിന്ന് ചിന്തിക്കേണ്ടുന്ന റസൂലിന്റെ അറഫ മൈതാനിയിലെ ഈ ഭാഗം മാത്രമല്ല. ലോകത്തിന് ഇന്ന് നമ്മൾ ദിശ നിർണ്ണയിക്കാം. ധനവ്യവസ്ഥ എങ്ങനെ, ഇവിടുത്തെ ധനവ്യയം എങ്ങനെ, ട്രാൻസാക്ഷൻ എങ്ങനെ, എങ്ങനെയാണ് പലിശ മുക്തമായ ഒരു സാമ്പത്തിക ക്രമം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ? ലോകത്തിന് ഇത് മാത്രം പകർന്നു കൊടുക്കാൻ പറ്റും. പിന്നെയും ധാരാളം കാര്യങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങൾ കൂട്ടിപ്പക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് റസൂലിന്റെ അറഫ മൈതാനിയിലെ പ്രസംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രസംഗത്തിന് എങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആരവങ്ങൾ ഉണ്ടാവും, സ്വീകരണങ്ങൾ ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതൊരു വലിയ പ്രഖ്യാപനമാണ് ലോകത്തിന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാഗ്നാക്ക, ഒരു ചാപ്റ്റർ, ലോകം എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്നതിലൊരു പോളിസി, ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്തിയെടുക്കുക. ലോകം അവസാനിക്കുവാനും ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ സ്ട്രാറ്റജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ പ്രഖ്യാപിക്കുക. ഇത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ എന്നും സ്മരിക്കണം, പറയുന്നിടത്തോളം പറയാം. ഇത് നിങ്ങൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയാ? പടക്കം പൊട്ടിച്ചിട്ടല്ല, സ്വീകരിച്ചിട്ടല്ല, വലിയ വലിയ മുദ്രാവാക്യങ്ങളുടെയല്ല, പ്രകടനങ്ങൾ നടത്തിയിട്ടല്ല. ഒരു വലിയ സാമൂഹികമായ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു വലിയ കാര്യത്തെ ആത്മീയമായിട്ട് നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് നിങ്ങൾ അറഫന്റെ അന്ന് നിങ്ങൾ നോമ്പെടുക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചത്. അറഫന്റെ അന്ന് നിങ്ങൾ നോമ്പെടുക്കണം. ആ ഹാജിമാർ അറഫയിലാവുമ്പോൾ നമ്മളിവിടെ നോമ്പെടുക്കും. ഐക്യപ്പെടുക എന്നതിനേക്കാൾ അപ്പുറം അറഫയെ സ്മരിക്കുക. ഇതൊരു വലിയ നിർത്താണല്ലോ. മഹ്ശറയും ഓർമ്മിപ്പിക്കുമല്ലോ. എല്ലാവരും, രാജാവുണ്ടല്ല കൂട്ടത്തിൽ, പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരാളുകളുണ്ടല്ലോ അറഫ മൈതാനി. പക്ഷെ അവിടെ എത്തിനോട് കൂടിയിട്ട്, ഈ കുപ്പായം ധരിക്കുന്നതോട് കൂടിയിട്ട്
തുന്നാത്ത രണ്ട് മുണ്ടുമുണ്ടുണ്ടല്ലോ, ഒരു മുണ്ടും ഒരു പുതപ്പും, അതുകൊണ്ട് ശരീരത്തിലേക്ക് വലിച്ചു കിട്ടുന്നിടത്ത് മഹ്ശർ മൈതാനിയിൽ നിന്ന് കഫംപുടവയോട് കൂടിയിട്ട് ഇങ്ങനെ ഹാജരായതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ലോകത്തിന്റെ വിവിധ ഭാഗം, കറുത്തവൻ, വെളുത്തവൻ, അധികാരി, ഉന്നതാധികാരി, യജമാനൻ, ഭരണാധികാരി, കർഷകൻ, ഉന്നതോദ്യോഗസ്ഥൻ, മന്ത്രി, ക്ലർക്ക്, എല്ലാവരും ഒരുപോലെ അവരുടെ ആ മണ്ണിൽ അവരന്തി ഉറങ്ങി പ്രാർത്ഥിച്ച്, മിനയിൽ താമസിച്ച്, ജംറയിൽ കല്ലെറിഞ്ഞ്, അറഫയിൽ നിന്ന്. അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞു എന്നാണ്. നമ്മൾ സ്വയം അറിയാണ്, നമ്മൾ സ്വയം മനസ്സിലാക്കി ഞാൻ ആരാ, എന്തിനാ വന്നത്, എന്റെ ജീവിതം എന്താ എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതാണ് അറഫ, തിരിച്ചറിവിന്റെ ദിനം. ഇവിടെ നടത്തിയ റസൂലിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ റസൂൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം, അതിനെ നമ്മൾ സ്മരിക്കും, ആത്മീയമായിട്ട് നോമ്പെടുക്കും. അതിന്റെ ഒരുപാട് പ്രാധാന്യം റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങൾ മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, റമളാനിന്റെ രാത്രിയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി റമളാനിന്റെ അവസാനത്തെ രാത്രികളാണെങ്കിൽ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത പഠിച്ചു നോക്കുമ്പോൾ, അന്വേഷിച്ചു നോക്കുമ്പോൾ ദുൽഹിജ്ജിന്റെ ആദ്യത്തെ ദിനങ്ങളാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ ആ പകലിന് ശ്രേഷ്ഠത ഉണ്ട്. നന്നായിട്ട് ഇബാദത്തുകൾ, ദിക്റുകൾ, ദുആകൾ, സുന്നത്ത് നോമ്പുകളിൽ നമസ്കാരം അധികരിപ്പിച്ച്, ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച്, അവിടെ ഹജ്ജിന് ആരംഭിക്കുമ്പോ, മിനയിലിരിക്കുമ്പോ നമ്മൾ മനസ്സുകൊണ്ട് കൂടിയിട്ട് അവിടെ ചേർന്ന് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ ആയിട്ട് അറഫ മൈതാനിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അറഫയിലെ റസൂലിന്റെ പ്രസംഗത്തെ ഏറ്റെടുത്ത് കർമ്മരംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രിയപ്പെട്ടവരെ നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി, ഇഷ്ടദാസന്മാരായി. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? തറക്തു ഫീകും അംറൈൻ. ഈ അറഫ പ്രസംഗം അവസാനിപ്പിക്കുന്ന അങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ ഉപേക്ഷിച്ചു പോവുകയാണ്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോവുകയാണ്. ഞാൻ തളില്ലുമാ തമസ്സക്തും ബിഹിം. ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് മുറുകെ പിടിക്കണം. ഇതില്ലാത്തോടത്തോളം കാലം നിങ്ങൾക്ക് വഴിപിഴച്ചിന് സഞ്ചരിക്കും. നിങ്ങൾ നിർത്തിരുന്നതിന് അപകടം ഉണ്ടാവണം. ഏതാണ് 2 കാര്യങ്ങൾ? കിതാബുല്ലാഹി വസുന്ന. ഒന്ന് അള്ളാന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. തട്ടിക്കളയരുത്, ഉപേക്ഷിക്കരുത്. പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർക്കാനുള്ള ഒന്നായിട്ട് അത് മനസ്സിലാക്കരുത്. കിതാബുല്ലാഹ്, ഏറ്റവും വലിയ ഗ്രന്ഥം, വസുന്നത്ത് നബി, പ്രവാചകന്റെ ചര്യ. 2നെയും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ 2 നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയാണ് കേട്ടോ. ഇത് കേട്ടപ്പോ അബൂബക്കർ ഉറപ്പായി, റളിയല്ലാഹു അൻഹു, റസൂൽ മരിക്കാൻ പോവാണ്, ഈ റസൂൽ ഉണ്ടാവില്ല. എന്നിട്ട് റസൂൽ അവിടുന്ന് പറയാണ്, ഇദാ അല്ലാഹുമ്മ ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഞങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞപ്പോ എത്തിച്ചു തന്നു റസൂൽ, എല്ലാം പൂർത്തീകരിച്ചു. ഫൽയഷ്ഹദ് ഖാലു നഷ്ഹദു അന്നക ഖദ് ബലഗത. ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഉപദേശം തന്നില്ലേ? നസഹത റസൂൽ, അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് എത്തിച്ചു. അദ്വൈത, ഞങ്ങളെ സംസ്കാരമൊക്കെ ഉണ്ടാക്കിയെടുത്തു, ഞങ്ങളെ പഠിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സാക്ഷ്യം വഹിച്ചു. ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അറഫ മൈതാനിൽ നിന്ന് പല സഹാബികളും, ചരിത്രം ധാരാളം പറയാനുണ്ട്. അറഫ പ്രസംഗം കേട്ടതിന് ശേഷം സഹാബികൾ മദീനക്ക് തിരിച്ചു പോയിട്ടില്ല. എവിടേക്കായിരുന്നു കുതിര ദിശ നിർണയിച്ചിരുന്നത് അവിടേക്കാ പോയത്. അങ്ങനെ സ്പെയിനിലെത്തിയത്, അങ്ങനെ ഇന്ത്യയിലെത്തിയത്. ഇവിടെ സഹാബികൾ റസൂലിനെ കണ്ട ആളുകളാണല്ലോ സഹാബികൾ, റസൂലിനെ കൂടി ജീവിച്ച ആളുകൾ. താബീകളുണ്ട്, റസൂലിന് ശേഷം, റസൂൽ മരണപ്പെട്ടതിന് ശേഷം സഹാബികളെ കണ്ട് ജീവിച്ചത്, അതാണ് താബീകൾ. ഈ സഹാബികളിൽ പലരുടെയും ഖബർ ഇപ്പത്തെ യൂറോപ്പിൽ പോയാൽ കാണാൻ പറ്റും, സ്പെയിനിൽ പോയാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റും. സിയാദ് ബിൻ റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ട്. താരിഖ് ബിൻ സിയാദ് ചരിത്രത്തിൽ റസൂലിന്റെ സഹാബിയാണ്. ഈ ഉപദേശം കേട്ടിട്ട് ഇവിടെ ഹാജരുള്ള ആളുകൾ ഹാജരില്ലാത്തവർക്ക് എത്തിക്കട്ടെ എന്ന് റസൂൽ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എവിടേക്കായിരുന്നു ആ കുതിര തിരിഞ്ഞത്? അവിടേക്ക് സഹാബികൾ പോയി പ്രബോധന പ്രവർത്തനമായി അള്ളാഹുവിന്റെ ദീനിനെ രാജ്യങ്ങളിലേക്ക്, ലോകങ്ങളിലേക്ക് പടർത്തുന്നിടത്ത് അവർ ഉത്തരവാദിത്തം വഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് പരിശുദ്ധ ഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്, ദുൽഹജ്ജിന്റെ ആദ്യ നാളുകളിലാണ്. പരമാവധി അള്ളാഹുവിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല അമലുകൾ ചെയ്ത് മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, ദീർഘായുസ്, ആരോഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ അള്ളാഹു ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജിന്റെ ആദ്യ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ് 10 വരെ, അത് കഴിഞ്ഞ് അയ്യാമു തശ്രീഖ് വരെ ഇങ്ങനെ തന്നെ നന്മകളിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. 9 വരെ പരമാവധി സാധ്യമാകുന്നവരൊക്കെ നോമ്പെടുക്കുക, ദിക്റ് ദുആകളൊക്കെ വർദ്ധിപ്പിക്കുക. എല്ലാ ദിനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പെരുന്നാള് അത് നല്ലപോലെ തന്നെ ആഘോഷിക്കുക, അതിലും പുണ്യമുണ്ട്. ആ സ്വഭാവത്തിൽ തന്നെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ, അതുപോലെ തന്നെ ബലിയിറക്കാൻ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സാധ്യമാകുന്ന ആളുകൾ ഒരു ഓരിയെങ്കിലും, ഇത് സുന്നത്ത് ഏറ്റവും വാജിബാണെന്നാണ് ഹനഫി മദ്ഹബ് പറയുന്നത്. അത്രയും നിർബന്ധത്തിന്റെ അടുത്തേക്ക് എത്തുന്ന ഒന്നാണ് എന്നാണ് വാജിബ് എന്ന് പറയുന്ന അർത്ഥം. ഫറളിന്റെ അടുത്തേക്ക് എത്തുന്നതാണ്. ഹനഫി മദ്ഹബിൽ അങ്ങനെയാണ്. സാധ്യമാകുന്നവർ ഒരു ഓഹരിയെങ്കിലും എടുക്കുക. ഒരു ഓഹരിക്ക് എന്ന് പറഞ്ഞാൽ 10 റുപ്യ ഉണ്ടാവും. ഇപ്പൊ അത് നമ്മളെ നാട്ടിൽ കുറച്ചധികം ഉണ്ട് എങ്കിൽ പുറം നാടുകൾ ഇതില്ലാത്ത ആളുകളുണ്ടല്ലോ. നമുക്കറിയാം, ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ല. നമ്മൾ ശ്രദ്ധിക്കുകയും വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യാണ്. നമ്മൾ ഓരോന്നായിട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിപ്പോവും, ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക. ബംഗാള് പറയേണ്ടതില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. മദ്രസകൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവസാനിപ്പിച്ചു. ഏറ്റെടുത്തോടുകൂടി തന്നെ ചിത്രം മാറി. തൊട്ടപ്പുറത്ത് ആസാമുണ്ട്. ആസാമിലെയും ബംഗാളിലെയും അതുപോലെ തന്നെ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ ഒരു മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥകൾ മാത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എവിടെയാണ് അവരെന്നുള്ളത്. മദ്രസ അല്ല, സ്കോളർഷിപ്പ് ഇല്ല, ജീവിത നിലവാരമല്ല, വിദ്യാഭ്യാസമല്ല. ഇപ്പൊ ഭരണത്തിനെതിരിക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെ തന്നെയാണ്. ബംഗാളാണ് ഇപ്പൊ മാറി വന്നതിന്റെ ഒരുപാട് അനന്തരങ്ങൾ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടുത്തെ മനുഷ്യരെ ഓർക്കുക, ചേർത്ത് പിടിക്കുക. നമുക്ക് ഇവിടെ ധാരാളം ഉണ്ടെങ്കിൽ അവിടേക്കും കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു 10,000 റുപ്യ കുറച്ച് അധികം ഉണ്ട് എങ്കിൽ അവിടെ 5,000 റുപ്യക്ക് ഒരു ഓരി ചേരാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ചേരാം. ഒരു വാജിബ് എന്ന നിലയ്ക്ക് വളരെ ശ്രേഷ്ഠകരമായ ഒരു ഒന്നാണ് ഉള്ഹിയത്തിൽ പങ്കെടുക്കുക, അതിനെ ഭാഗവാക്കാവുക. അത് അള്ളാഹ്ക്കുള്ളതാണ്, പരലോകത്തേക്കുള്ളതാണ്. അത് എനിക്ക് ആ അക്കൗണ്ടിൽ എന്റെ റിസ്ക് വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്ന സ്വഭാവത്തിൽ അതിനെ കാണണം. അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ ഇൻഷാ അല്ലാഹ് മഴയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈദ്ഗാഹ് ഉണ്ടാവുക, പള്ളിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. 7:15 നമ്മുടെ നമസ്കാരം. സമയത്ത് തന്നെ എത്തിച്ചേരുക, എല്ലാവരും കൂട്ടുക. നമസ്കാരത്തിന് വിട്ടു നിൽക്കേണ്ട സ്ത്രീകളടക്കം ജുമയിലേക്ക് ഖുതുബകളിലേക്ക് കൊണ്ടുവരിക. നമസ്കാരത്തിന് വിട്ടുക, കുട്ടികളുണ്ടാവുക, വരുമ്പോ ഒരു വഴി വരിക, പോകുമ്പോൾ വേറെ വഴിയിൽ പോവുക, സന്ദർശിക്കുക. ഇതൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. സാധ്യമാകുന്നവർ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, കുളിക്കുക, ആ നമസ്കാരത്തിൽ പങ്കെടുക്കുക, തൊട്ട് തലേ ദിവസം നോമ്പനുഷ്ഠിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിൽ മക്കളിൽ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ അള്ളാഹുവിനെ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. തെറ്റിന്റെ പേര് ഞങ്ങളെ ശിക്ഷിക്കല്ലേ നാഥ. അള്ളാഹു നന്മയിൽ തന്നെ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നന്മ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ സ്വീകരിക്കണമേ നാഥ. അള്ളാഹു ആ നന്മകൾ സ്വീകരിച്ച് ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഇഹലോകത്തിനേക്കാൾ അപ്പുറം പരലോകത്തിന് മുൻഗണന കൊടുക്കാനും പരലോക ജീവിതത്തെ ഇങ്ങനെ കിനാവ് കാണാനും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ പിശാചിന്റെ ഷെറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് യാത്ര പിരിച്ചു പോയ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ അതിലുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു നിന്നിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട്. കരുണാവാരിധ്യായ റബ്ബേ, അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ മുനീർ മാഷ് പലപ്പോഴും ഖുതുബക്കൂടെ ഉണ്ടാവാറുണ്ട്. മുനീർ മാഷ് ഭാര്യയുടെ ഉമ്മ അവര് അള്ളാഹുലേക്ക് യാത്രയായിട്ടുണ്ട്. അവര് മോങ്ങത്താണ്, സുബൈദ എന്നതാണ് അവരുടെ പേര്. മുനീർ മാഷ് അമ്മായിമ്മയാണ്, അങ്ങനെയാണ് നമ്മളൊക്കെ അറിയാം. ആ മഹദി അള്ളാഹുലേക്ക് യാത്രയായിട്ടുണ്ട്. പടച്ചറപ്പ് അവരെല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര പോയ ആളുകൾ അള്ളാഹുവിടെ ഖബറിടം സ്വർഗത്തിലൊരു പൂന്തോപ്പാക്കിയിട്ട് മാറ്റണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അള്ളാഹുവെ കുടുംബത്തിൽ, മക്കളിൽ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരന്മാരുടെ സഹോദരികൾ ഹജ്ജിനുള്ള വിളിയാളം കേട്ടുകൊണ്ട് അവരിതാ മക്ക ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ അവർക്ക് ആയുസ് നൽകണേ തമ്പുരാനെ. തിരിച്ചെത്താനുള്ള ഒരു അനുഗ്രഹം അവർക്ക് നൽകണേ തമ്പുരാനെ. ലോക മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വലിയ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഇസ്ലാമിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഇസ്ലാമിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.